എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 10-15 വർഷം സ്ഥിരമായിട്ട് മെലാമിൻ ഉപയോഗിച്ചിട്ട് പോളിഷ് ചെയ്ത ഒരു പെയിന്ററെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും ക്യാൻസർ വരും. പെയിന്റിന് ഒരു പ്രത്യേകതയുണ്ട്. പെയിന്റ് 24 മണിക്കൂറും പൊടിയുന്ന ഒരു സാധനം. അത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു 4-5 ദിവസം. പെയിന്റ് എന്ന് പറയുന്നത് ഒരു സംശയം വേണ്ട കെമിക്കൽ കോമ്പിനേഷൻ. അതെ സുഹൃത്തുക്കളെ, ഞാനിന്ന് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാട്ടോ. നമ്മുടെയൊക്കെ വീട്ടിലും ബിൽഡിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന പെയിന്റ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാരകമായ അസുഖങ്ങൾ വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. ക്വാളിറ്റി കുറഞ്ഞ പെയിന്റ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ വീടോ ബിൽഡിങ്ങോ പെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരും. അതൊന്നും ഇല്ലാത്ത 100% നാച്ചുറലായിട്ട് ഒരു മനുഷ്യന് ആരോഗ്യപരമായിട്ട് ഒരു കേടുമില്ലാതെ പെയിന്റ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയുടെ ഫാക്ടറിയിലാണ് ഞാൻ എന്നുള്ളത്. ഏതാണ് കമ്പനി എന്നുള്ളതും എന്താണ് അവരുടെ ഗുണങ്ങളെന്നൊക്കെ A to Z കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, സംസാരിക്കാൻ പോകുന്നത്. നേരെ ഫാക്ടറിയുടെ അകത്തേക്ക് പോവാം. അപ്പോൾ അതെ, കേരള പെയിൻസിൻ്റെ ഫാക്ടറിയുടെ അകത്താണ് ഞാനിപ്പോൾ കയറിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രൊഡക്ഷൻ മാനേജറാണ്. പേരെങ്ങനെയായിരുന്നു? അർജുൻ. അപ്പോൾ എന്താണ് പെയിൻ്റ് എന്നും എങ്ങനെയാണ് പെയിൻ്റ് എന്നൊക്കെ വളരെ വിശദമായിട്ട് പല തരത്തിലുള്ള പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സാധാരണക്കാരന് ഒറ്റ വാക്കിൽ കേട്ടാൽ മനസ്സിലാവുന്ന ഒരൊറ്റ ഡയലോഗ്. അർജുൻ, എന്താണ് പെയിൻറ്? എന്തിനാണ് പെയിൻറ്? എങ്ങനെയാണ് ഈ പെയിൻറ് ഉണ്ടാവുന്നത്? വളരെ സിമ്പിളായിട്ട് പറയാന്ന് വെച്ചാൽ പെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫില്ലേഴ്സും ഒരു പശയും ചേർന്ന് കഴിഞ്ഞാൽ അത് വെച്ച് അതാണ് ബേസിക് പെയിന്റ്. അതാണ് ബേസിക്. ഈ ഒരു 2 സംഭവം ഉണ്ടെങ്കിൽ രണ്ട് സംഭവം മാത്രമല്ല, നമുക്ക് പിന്നെ അതിൽ വേറെ കുറച്ച് റോ മെറ്റീരിയൽസ് വേണം. അത് നമ്മൾ ക്വാളിറ്റി പർപ്പസ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആഡ് ചെയ്യണം. പക്ഷെ വളരെ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വെച്ചാൽ ഇത് 2 മാത്രമേ. ഈ ഒരു 2 സാധനം, അപ്പോൾ ഈ ഒരു 2 സാധനം ഉണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന വിധത്തിൽ പെയിന്റായി. പിന്നെ അതിൻ്റെ ക്വാളിറ്റി പർപ്പസ് ഒക്കെ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് പെയിന്റ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതെന്നും എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്നും ആരോഗ്യത്തിനും മനുഷ്യനും ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നാണ് കേട്ടിട്ടാണ് ഈ കേരള പെയിന്റ്സിന്റെ ഒരു സംഭവം അല്ലേ. അതിൻ്റെ A to Z കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതെ, നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ് അല്ലേ. ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ടിങ് മിക്സിങ് നടക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള നമ്മുടെ തനി നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരുപാട് ടാങ്ക്